നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ അടുത്ത് തുടങ്ങാം. ഫുഡ് അതില്ലേ വലുത് അല്ലേ? ഫുഡാണ് ഏറ്റവും വലുത്. നല്ല ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഹാരം കഴിവിന്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ 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 നബി തങ്ങൾ മിഖ്ദാദ് ഇബ്നു മഅദി ബഹുമാനപ്പെട്ടവരെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നു, ബിഹസ്ബി ഇബ്നി ആദമ ഉകുലാത്തുൻ യുകിംന സുൽബഹു. ഒരു മനുഷ്യൻ എത്ര തിന്നണം? കുറച്ച് പിടി ഉരുള ഭക്ഷണം. അവനിക്ക് നിവർന്ന് നിൽക്കാൻ മതിയായ അത്ര ഭക്ഷണം തിന്നണം. അത്ര മതിയാകുന്നില്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വയറ്റിന്റെ 1/3 ഫുഡ്. കുറച്ച് കഴിക്കണം, 1/3 താഴെ കഴിക്കണം. അത്ര കഴിച്ചാൽ മതിയാകുന്നില്ലെങ്കിൽ 3/1 വെള്ളം, 3/1 ഭക്ഷണം, 3/1 ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട്, കാറ്റിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിടണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയാണ്. കുറച്ച് ഉരുളകൾ, ആരോഗ്യത്തിന് നിൽക്കാൻ മതിയായ ഉരുളകൾ മാത്രം തിന്നണം മുഅ്മിൻ. അതല്ല രണ്ടാമത്തെ സ്റ്റെപ്പാണെങ്കിൽ 1/3 വയറ്റിന്റെ. ചില ആള് 1/1 വിചാരിച്ചത് ടേബിളിൽ വെച്ചതിന്റെ 1/1. അത്രല്ല, നമ്മുടെ വയറ്റിന്റെ 1/1. ഇടയ്ക്ക് ഒരാളോട് ഡോക്ടർ പറഞ്ഞു ചപ്പാത്തി കുറക്കണം. എത്ര തിന്നുന്നുണ്ട്? 6. 5 ചുരുക്കണം. അടുത്ത മാസം വരുമ്പോ പറഞ്ഞു 5 ചപ്പാത്തി. മാറ്റമില്ല. പിന്നൊരു മാസം കഴിയുമ്പോ 4 ആക്കണം എന്ന് പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല. 3 ആക്കണം എന്ന് പറഞ്ഞു. മാറ്റില്ല. 2 ആക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടും മാറ്റില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു 1 ചപ്പാത്തി തിന്നണം. അവൻ പറയുന്നു, ഡോക്ടറെ, ഈ 6 ആക്കണ്ട പിട്ട് മാവ് എന്തെന്നുണ്ട്? മാവുന്ന അണക്ക് അറിയില്ല. ഉസ്താദിനെ പറയൂ, വിട്ട് കണ്ട വിരല് പോയി ശേഖരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം അറിയാൻ പോകുന്നത്. അതൊക്കെ അറിയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പിട്ട്, ഈ മാവ്, ഈ 6 ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനെയാണ് ഡോക്ടറെ 5 അതേ പുട്ടിനെയാണ് 4 ആക്കിയത്. അതേ പുട്ടിനെയാണ് 3 ആക്കിയത്. അതിനെയാണ് 2 ആക്കിയത്. ഇനി 1 ആക്കിയത് വല്ലെന്താവും? ബുദ്ധിമുട്ടാവും ഡോക്ടറെ. അതുകൊണ്ട് 1 ആക്കാൻ പറ്റില്ല. 4, 3, 4, 2, 3 ആക്കിയത് ചപ്പാത്തി. പിന്നെ പിട്ടത്ര അതേ പുട്ടിന്റെ ഫൈലിൽ വരത്തില്ല. നല്ല കട്ടി 1.5. അങ്ങനെയല്ല നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ജീവിതം നല്ല കൺട്രോൾ ചെയ്ത് പഠിക്കണം. നല്ല കൺട്രോളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് വന്നിട്ട് വഹ്ശി ഇബ്നു ഹർബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നാ നഅകുലു വലാ നശ്ബഅ. നബിയേ, ധാരാളം ഞങ്ങൾ തിന്നുന്നുണ്ട്, വയറ് നിറയുന്നില്ല നബിയേ. ഫലഅല്ലകും തഫ്തരിഖൂൻ. നബി തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ, നിങ്ങൾ വേർതിരിഞ്ഞ് ഒറ്റക്കൊറ്റക്കിരുന്നിട്ട് വേർതിരിഞ്ഞിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? ഖാലൂ നഅം, അതേ നബിയേ. റസൂലുള്ളാഹിന്റെ മറുപടി, ഫജ്തമിഉ അലാ തുആമികും വദ്കുറു സ്വല്ലല്ലാഹി അലൈഹി യുബാരിക് ലക്കും ഫീ. അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങണമെന്നാൽ ആ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ബറകത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ കുടുംബത്തിൽ അല്ലാഹു ബറകത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം വേണോ, മക്കള് സ്വാലിഹീങ്ങളാകണോ, കുടുംബത്തിൽ സമാധാനം വേണോ, കുടുംബത്തിൽ ഐശ്വര്യം വേണോ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ കുടുംബത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന്, ആ സംഘത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന്, ആ കൂട്ടത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാം, മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ആയുർവേദ ശാസ്ത്രത്തിലൊക്കെ പറയുന്നു, ഭക്ഷണ സമയത്ത് മറ്റുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ വായിൽ ഉണ്ടാകേണ്ട ജീർണിപ്പിക്കേണ്ട രസം ഉത്പാദിക്കപ്പെടാതെ പോയാൽ ജീർണ സംബന്ധമായ രോഗങ്ങൾ വരാൻ കാരണമാകുന്നതാണ്. സംസാരിക്കാൻ പാടില്ല എന്നില്ല, കിതാബിലൊക്കെ കാണുന്നുണ്ട്. മഹാന്മാരുടെ ചരിത്രം പറയൽ സുന്നത്താണ്. ഭക്ഷണം കഴിക്കുമ്പോ മഹാന്മാരുടെ ചരിത്രം എല്ലാം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ബദരീങ്ങളുടെ ചരിത്രോ അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം, ആരുടെയും ചരിത്രം പറഞ്ഞുകൊണ്ട് നല്ല കാര്യം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഭക്ഷണം വിഷയം പറയുമ്പോൾ കുറച്ച് ജാഗ്രത ആക്കണം. നിന്റെ തൊള്ളിലേക്ക് പോയ ചിക്കൻ മറ്റോന്റെ പ്ലേറ്റിലേക്ക് മുസ്ലിമിലേക്ക് ധരിക്കാത്ത പോലെ കുറച്ച് ജാഗ്രത പഞ്ചായത്തിയാക്കുന്നതിന് പ്രശ്നം എന്തില്ല. ചില ആൾക്ക് അങ്ങനെ ഒരു സ്വയം ഇല്ല. വെത്തറടക്കം തിന്നുകൊണ്ട് വരും നമ്മളെട്ടേക്ക് പച്ച ഉസ്താദ് പോണ്ട, നിക്ക് ഉസ്താദ് നമ്മളിലേക്ക് പറ്റ ചോപ്പ് സ്പ്രേ അടിച്ച പോലെ അടിച്ച പോലെ ശ്രദ്ധിക്കലില്ല. ഭക്ഷണം കഴിക്കുമ്പോ തെറിക്കുന്ന ആളുകൾ സംസാരിക്കാൻ പാടില്ല. സദസ്സിലിരിക്കുമ്പോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് സംസാരം ഭക്ഷണത്തിന്റെ അദബല്ല. ഭക്ഷണത്തിന്റെ അദബ് മഹാന്മാര് പറയുന്നു, എല്ലാം വിളമ്പി വെച്ചിട്ട് അങ്ങോട്ട് പോകലല്ല. ഭർത്താവായ നമ്മൾ ഭാര്യയോട് ഓർഡർ ചെയ്തു, ചായ കട്ടൻ ചായ ഒക്കെ ചെയ്തെല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കും. എല്ലാം ടേബിളിൽ വെച്ചിട്ട് സുപ്രയിൽ വെച്ചിട്ടല്ല പോകേണ്ടത്. ആദ്യം നമ്മൾ പോയി ഇരിക്കണം. ആദ്യം നമ്മൾ ഇരുന്നിട്ട് പിന്നെയാണ് ഓരോ ഭക്ഷണങ്ങൾ കൊണ്ടുവരേണ്ടത്. കാരണം റിസ്കിന് ബഹുമാനമുണ്ട് എന്നാണ് മഹാന്മാർ. ആദ്യം നമ്മൾ കഴിക്കേണ്ടത് തിബിന്റെ കിതാബിലൊക്കെ കാണാം. ആദ്യം കഴിക്കേണ്ടത് ഫ്രൂട്ട്സുകളാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ്. ഫ്രൂട്ട്സ് കഴിക്കാറുള്ളവർ ആദ്യം ഫ്രൂട്ട്സ് കഴിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ വെള്ളം കുടിക്കണം. ഇതാണ് അതിന്റെ ശൈലി. അല്ലാഹുവിനെ ഖൈർ നൽകണേ അല്ലാഹ്. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കണ്ട എല്ലാം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായി ഒരു കൊഞ്ഞ പോലെ ഓൻ പിടിച്ച് തിരിക്കുമ്പോ സെറ്റപ്പ് കറക്റ്റ് ഇരുന്നോളൂ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. കറക്റ്റ് നാളെ നോക്കി ലൈവിലുണ്ടാകുന്നു. ഇവിടുത്തെ ഗൾഫിൽ നിന്ന് ഇടല്ല ഞാൻ നിർത്തി. എന്റെ ഉപ്പാനെ കാണിക്കുന്നുണ്ടായി ലൈവില്. എന്റെ ഉപ്പുണ്ട് സദസ്സിലടി ഞാൻ കാണിക്കുന്നു. ഈ ലൈവിന്റെ ഒന്നെ അറിയണ്ടോ എന്റെ ഉപ്പാന് ഓടുന്ന് മെസ്സേജ് ഇട്ടാൽ ഓന്നെ അറിയണ്ടേ ഓന്റെ ഉപ്പാര്. അതുപോലെ വരുന്നുണ്ട് ചിരിച്ചൊള്ളി വാങ്ങല അല്ലേ. ക്യാമറക്കാരൻ വരുമ്പോ തുടങ്ങുന്നു ചിരിക്കാൻ, ഓൻ പോകുമ്പോ നിർത്തുന്നു ചിരിച്ചിട്ട്. അല്ലാഹു നീ ബറക്കത്താക്കണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നുൽ അക്ബർ തങ്ങളെ തൊട്ട് ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെങ്ങനെയാണ്, അവരുടെ ഇരുത്തം എങ്ങനെയാണ്? ഖാല റസൂലുള്ളാഹി ലാ ആകുലു മുത്തഖിയാ. റസൂലുള്ള ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറില്ല. നബി തങ്ങൾ ചാരി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ് ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. മാറുയ റസൂലുള്ളാഹി യഅകുലു മുത്തഖിയൻ ഖത്ത്. ഒരൊറ്റ തവണ പോലും റസൂലുള്ള ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അബൂദാവൂദ് തങ്ങൾ ധരിക്കുന്ന ഹദീസിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ചാരിയിരുന്ന ഭക്ഷണം കഴിച്ചതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. നബി തങ്ങളുടെ ശരീഅത്ത് വിരുദ്ധമാണത്. പിന്നെയോ റസൂലുള്ളാഹി തങ്ങൾ അൽ ഇത്തികാഉ മറ്റൊരു കോലം പറയുന്നുണ്ട്. അലാ ഇഹ്ദായദൈഹി വഅക്ലുഹു ബിൽ ഉഖറാ. ഒരു കൈ കുത്തിയിട്ട് മറ്റേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശൈലി അത് റസൂലുള്ളാഹിന്റെ ശൈലിയല്ല.
ഒരു കൈ കുത്തിയിട്ടിരിക്കുക, മറ്റേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ പെട്ടതല്ല. ചാരിയിരിക്കലും പാടില്ല, കൈ കുത്തിയിട്ടിരിക്കലും പാടുള്ളതല്ല, സുന്നത്തിന് വിരുദ്ധമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണം കഴിക്കാനിരിക്കേണ്ടത് ഭക്ഷണത്തിന് സുന്നത്തായ ഇരുത്തത്തിന്റെ കോലം ഇടത്തെ കാലിന് മുകളിൽ ഇരിക്കുക. ഇടത്തെ കാലിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കലാണ് ബഹുമാനം. അതാണ് സുപ്രവചിച്ചിട്ടുള്ള ഭക്ഷണത്തിനാണ് ബഹുമാനം. ഉയരങ്ങളിൽ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത്. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരെയും ഒന്നിച്ചിരുത്തി നിലത്തിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെടുന്നു. ഇടത് കാലിൽ ഇരിക്കണം. ഇടത് കാലിൽ ഇരുന്ന് വലത്തെ കാല് കുത്തിവെച്ചിട്ടിരിക്കണം. ഇടത്തെ കാലിൽ ഇരിക്കുക, വലത്തെ കാല് കുത്തിവെക്കുക. മനസ്സിലായ? അർത്ഥാന്നില്ലേ? നക്കടിക്കാക്കണ പറഞ്ഞ മനസ്സിലാകുന്നില്ല. മുണ്ടുന്നില്ലല്ലോ. മുണ്ടുന്ന കുറച്ചാണ്. ഭാര്യ ജാഗ്രത തന്നെ മനസ്സന്മാർ മുണ്ടിട്ട് പാസ്സാതായ നല്ല വിഷയം ഉണ്ടാകാൻ വായു തീരോടെ കുറച്ച് മുണ്ടി എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിലായ? ആ പഠിച്ചോനെ ചിരിക്കുക ഇരിക്കേണ്ട മനസ്സിലായില്ലേ? എങ്ങനെ ഇടത് കാലിൽ ഇരിക്കുക, ഇടത്തെ കാലിൽ വെച്ചിട്ട് ഇടത്തെ കാലിൽ ഇരിക്കുക, വലത്തെ കാല് കുത്തിയിട്ട് വെക്കുക. റസൂലുള്ളാഹി ഇരുന്ന സുന്നത്തായിരുത്തം അങ്ങനെയാണ്. ഇടത്തെ കാല് നിലത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് വലത്തെ കാല് കുത്തി വെക്കുക. വയറുള്ള ആള് പാന്റ് ഇട്ട ആളെല്ലാം പറയും ഭാര്യ കഷ്ടാന്ന് ഉസ്താദ്, എന്ത് പോളിംഗ് ആന്നില്ല. പോളിംഗ് ആവാൻ പാടില്ല. അതിനും വേണ്ടിയാണ് ഒരു ലിമിറ്റിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇടത്തെ കാലിൽ ഇരുന്ന് വലത്തെ കാല് കുത്തി വെക്കണം. വലത്തെ കാല് അങ്ങനെ ഇരിക്കണം. അതാണ് സുന്നത്തായ ശൈലി. റസൂലുള്ളാഹി ഇരുന്നത് അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്, വൈദാ അറാദ യകുല ഗസല യദൈ, നബി തങ്ങളോ ജനാപത്തുകാരനായിട്ട് എപ്പോഴെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ചെയ്യാതെ ഉറങ്ങാറില്ല. എപ്പോഴും കുളിച്ചിട്ടാ ഉറങ്ങാറ്. പിന്നെ എപ്പോഴെങ്കിലും കുളിക്കാതെ ഉറങ്ങുമെങ്കിൽ റസൂലുള്ളാഹി വുളൂ ചെയ്തിട്ട് ഉറങ്ങുന്നു. നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി രണ്ട് കൈ കഴുകിയിട്ടാ ഭക്ഷണം കഴിക്കാറിരിക്കല്. രണ്ട് കൈയും കഴുകിയിട്ടാണ്. ചില ആളെല്ലാം കല്യാണത്തിന്റെ ഹാളിൽ പോയാൽ കാണാ ചോറ് വെച്ചിട്ടായിട്ട് കേൾക്കുന്ന സപ്ലൈക്കാരനുണ്ട്, ഏടെ കയ്യ വേണ്ടി അപ്പൊ വരുമ്പോ കൈയിട്ടില്ലാന്ന് ഉറപ്പായി. ചിലടെല്ലാം വീട്ടിലെല്ലാം പോയെങ്കിൽ വെച്ചിട്ട് കയ്യിലെങ്ങനെ ദ്വാരുന്നോണ്ട് അപ്പറിപ്പുറെല്ലാം പോന്നെ കാണുന്നു. ഓനറിയില്ല ഇതിന് ഡ്രം മോഡലുള്ളത്, ഇത് റോഡിന്റെ അക്കരയിലുള്ള വരുമ്പോ കയറ്റില്ല. എന്നെ പോലത്തെ ചില ആളുകൾ എന്തെങ്കിലും മെല്ലെ ആട് തന്നെ കുപ്പി ഓപ്പൺ ആക്കിയിട്ട് മെല്ലെ അതിനടി തന്നെ ടേബിളിന്റെ അടിക്ക് കൈയിട്ടിട്ട് മെല്ലെ അങ്ങനെയും കഴുകുന്ന ആളുകൾ. രണ്ട് കൈകൾ കഴുകിയിട്ടാണ് സുന്നത്ത്. ആ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കാനിരിക്കേണ്ടത്. വായ കഴുകണം. രണ്ട് കൈകൾ കഴുകിയിട്ടാണ് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കേണ്ടത്. കഴിയുമെങ്കിൽ നിലത്തിരിക്കലാണ് ഭക്ഷണത്തിനോടുള്ള അദബ്. പിന്നെയോ ഏറ്റവും നല്ല ഭക്ഷണം അവന്റെ വയറ്റിൽ ഉപകാരപ്പെടണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നബി തങ്ങളുടെ സ്വഭാവത്തിൽ ഏതോ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ടോ ഒന്നുമില്ലാത്ത സുർക്കയേ ഉള്ളൂ. നീമല്ലുതുമോ, എത്ര നല്ല കൂട്ടാനാണ് ഖല്ലു. സുർക്ക എത്ര നല്ല കൂട്ടാനാണ്. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കൂട്ടാനൊന്നുമില്ല, കറി ഒന്നുമില്ല, സുർക്കയേ ഉള്ളൂ. റസൂലുള്ളാഹി ചോദിക്കുക, എത്ര നല്ല കൂട്ടാനാണ് സുർക്ക എന്ന് പറഞ്ഞാല് എല്ലാരും ധാരാളം സുർക്ക കുടിച്ചോളി എന്നല്ല, നല്ലോണം സുർക്ക കുടിക്കുന്നതിന് അർത്ഥമല്ല. പിന്നെയോ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എന്തിനേയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ്. അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹ്
ഒരൊറ്റ ഭക്ഷണത്തെയും റസൂലുള്ളാഹ് 23 കാലളവിന് മുമ്പ് പോലും ഖദീജ ഉമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ പോലും നബിയാകുന്നതിന് മുമ്പ് പോലും ഒരൊറ്റ ആ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹ്. ആണുങ്ങൾ പഠിക്കണം, എല്ലാത്തിനും കുറവറിയാ, എന്തുണ്ടാക്കിയാലും കുറവറിയാ, ഭാര്യ എന്തുണ്ടാക്കിയാലും കുറവറിയാ. ഈ രൂപത്തിലാകാൻ പാടുള്ളതല്ല, ഈ രൂപത്തിലാകരുത്. ആര് ഭക്ഷണം ഉണ്ടാക്കി തന്നാലും നല്ലതേ പറഞ്ഞൂടൂ, നല്ലത് പറയണം. ഭക്ഷണത്തെ പറ്റി നല്ലത് പറഞ്ഞാൽ അവന്റെ വയറ്റത്ത് ഭക്ഷണം അനുകൂലമാകുമെന്നും ഭക്ഷണത്തെ കുറ്റവും കുറവും പറഞ്ഞാൽ അവന്റെ വയറ്റിലത് പ്രതികൂലമാകുമെന്നും അവനിക്കത് റഹ്മത്തും ബറകത്തും ഊരപ്പെടുമെന്നും ആ ഭക്ഷണം കൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ കിട്ടാതെ പോകുമെന്നും മഹാന്മാര് പറയുന്നുണ്ട്. ഭക്ഷണത്തെ കുറ്റം പറഞ്ഞ ആളുകൾ, ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. കട്ടപ്പാടോടെ ബുദ്ധിമുട്ടുകളോടെ നമ്മുടെ ഭാര്യമാർ അവർ നമുക്കുണ്ടാക്കി തരുന്ന ഭക്ഷണ പലഹാരങ്ങൾ കുറ്റം പറയല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭാര്യമാർ അവർ കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാണ് നോക്കിയിരിക്കുന്നത്? ഒരു നല്ല ഒരു വാക്ക് കിട്ടാനാണ്. പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് പഠിച്ച് നമുക്ക് പറയാനേ കഴിയുന്നില്ല. ഒരു വീഡിയോ കണ്ടു, ഒരു ഭാര്യ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് കറി കൊണ്ടുവരാന്ന് പറഞ്ഞു ഭർത്താവോട്. ഇന്ന് ഉച്ചക്ക് അപ്പുറത്തെ നൈസബി എന്ന് പറഞ്ഞ് കറി തരാന്ന് പറഞ്ഞിട്ടുണ്ടതുകൊണ്ട് ഞാനിവിടെ കറി ഉണ്ടാക്കിയിട്ടില്ല. ഈ ഭാര്യ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് കാൽ തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്ത് ചൂടാക്കിയിട്ട് ഈ നിന്റെ പാത്രത്തിൽ തരണം. ഈ ഭർത്താവ് എന്ത് ചെയ്ത് ഇതിനെ കൊണ്ടുവന്ന് ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് സ്പൂൺ എടുത്തിട്ട് ഊർത്തിട്ട് കുടിച്ചിട്ട് പറഞ്ഞു കറി എനിക്ക് ഇത് എന്ത് മണോ, ഇത് കൂട്ടിയില്ല, ഇത് മണത്തങ്ങനെ ചോറ് പോകും. ആര് അപ്പുറത്തെ ഐസബിന് ഇത് മാത്രം എന്തിന്റെ ഹോട്ട് ബോക്സ് മാത്രമേ ഉള്ളത്, പിന്നെ കറി ഓളുണ്ടാക്കി കൊടുത്തത് തന്നെ. അപ്പൊ അപ്പുറത്തെ വർക്കാർത്തി ഉണ്ടാക്കി എന്ന് പറയുമ്പോ ഒരു മനസ്സിന് റാഹത്ത്. ഭാര്യ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴാ ഒരു നന്മ പറ അവരുടെ മുഖം നോക്കിയിട്ട്. അൽഹംദുലില്ലാഹ്, നല്ല ആഹാരമാണ്, നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. കഷ്ടപ്പാടോടെ ബുദ്ധിമുട്ടുകളോടെ ഹോട്ടലിൽ അജിനമുട്ട ചേർത്തിട്ടുണ്ടാക്കിയ ഫുഡ് പോലെയല്ല. ഈ അനാവശ്യങ്ങൾ ടേസ്റ്റ് പൗഡർ ഇട്ട ഫുഡുകളല്ല. കഷ്ടപ്പാടോടെ ഭാര്യമാർ ഉണ്ടാക്കിയ ആഹാരത്തെ ഒരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് അവർ നീ സന്തോഷിപ്പിച്ചാൽ അതിൽ ഫുഡ് പോയിസൺ ഉണ്ടെങ്കിൽ പോലും അത് നിനക്ക് അനുകൂലമായിട്ടല്ലാതെ പ്രവർത്തിക്കില്ല. കാരണോ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞാൽ അവന്റെ വയറ്റിലെ ആ ഭക്ഷണം അവനിക്ക് പ്രതികൂലമാകുമെന്നാണ് തിബിന്റെ കിതാബുകളിലൊക്കെ പറയുന്നത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തില് കാന ഇദസ്തഹാ ശൈഅൻ നകലഹു, നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ റസൂലുള്ളാഹി അത് തിന്നു. വഇൻ കരിഹഹു തറകഹു, നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ നബി അത് തിന്നാറില്ല. പക്ഷേ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയുന്ന നബിയല്ല. ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു സഹാബി വര്യൻ കൊണ്ടുവന്ന മുന്തിരി ദ്രാക്ഷയുണ്ടല്ലോ, പുളിപുളിപ്പുള്ള മുന്തിരിയാ. ആ മുന്തിരി കൊണ്ടുവന്നിട്ടൊരു കൊല കൊടുത്തപ്പോ റസൂലുള്ള കൊലയിലുള്ള സകല മുന്തിരികളെയും തിന്നു. സഹാബത്ത് കാത്തിരുന്നു, മുന്തിരി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. നബി തങ്ങളൊന്നും കൊടുത്തില്ല, സകലവും തിന്നു. സഹാബത്ത് ചോദിക്കുകയാ, അല്ല നബിയേ, ഒന്നും തരാതെ മുഴുവനും തിന്നല്ലോ നബിയേ, അങ്ങനെ ആദത്തില്ലല്ലോ നബിയേ. നബിയുടെ ആദത്ത് അങ്ങനെയല്ല, കൊടുക്കാതെ തിന്നലില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ച് തിന്നുക. ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നാൽ പിസ്തയും ബാദാമും കൊണ്ടുപോയിട്ട് അലമാറയിൽ ഒളിപ്പിച്ചു വെക്കുക. എന്നിട്ടോ ആരും കാണാതെ രാത്രി പാതിരാ നേരത്തൊടിച്ചിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക. ഷവർമ്മ കൊണ്ടുവരാണെങ്കിൽ അവൻക്കും അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും മാത്രം, കുടുംബത്തിലുള്ള വീട്ടിലുള്ള മറ്റുള്ളവർക്കില്ല ഒളിപ്പിച്ചു കൊണ്ടുപോയി തിന്നുന്ന സ്വഭാവം. അതല്ല
അതല്ല നിങ്ങൾ കൊടുത്തു തിന്നാലോ, കൊടുത്തു തിന്ന ആളുകൾക്ക് ആ തിന്ന ഭക്ഷണത്തിന് നാളെ റബ്ബിന്റെ മുമ്പില് ഹിസാബില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര നല്ല ഭക്ഷണം തിന്നോ വിരോധമില്ല. നീ ഉസ്താദിന് കൊടുത്തിട്ടോ, മിസ്കീന്മാർക്ക് കൊടുത്തിട്ടോ, മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്തിട്ടോ, പാവങ്ങൾക്ക് കൊടുത്തിട്ടോ, നീ തിന്നുന്ന ഭക്ഷണമില്ലയോ അതിന് നാളെ റബ്ബിനോട് ഹിസാബ് പറയേണ്ടതില്ല. എല്ലാ മുന്തിരികളും തിന്ന റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തോട് പറയുന്നു, സ്വഹാബാ തരാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മുന്തിരി വല്ലാത്ത പുളിയാണ്. യാ സ്വഹാബി വര്യൻ വല്ലാത്ത ഇഷ്ടത്തോടുകൂടെ എനിക്ക് നല്ല മുന്തിരി കൊണ്ടുവന്നപ്പോ, കാണാൻ നല്ല ചന്തമുള്ള മുന്തിരി കൊണ്ടുവന്നപ്പോ അത് പുളിയാണെന്നറിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിന്നാൽ അവരോടത് പുളിയാണെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അതറിയാതിരിക്കാൻ വേണ്ടി ഞാനാ സകല മുന്തിരികളെയും തിന്നു തീർത്തു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പുളിയാങ്കോ അല്ലാങ്കോ പച്ചക്കറിന്റെ ഫ്രൂട്ട്സ് വെക്കുന്നിടത്ത് പോയിട്ട് ഓരോരുത്തർ വായിക്കെടുത്തിട്ടുണ്ട്. മുന്തിരിയെല്ലാം എടുത്ത് കണ്ടിട്ടുണ്ട്. മിഞ്ഞാന്നേരത്തെ റുമ്മാമ്പഴം കയ്യിൽ പിടിച്ചിട്ട് കേൾക്കുന്ന സാമ്പിൾ നോക്കട്ടാന്ന് ഈനെ പൊട്ടിച്ചിട്ട് സാമ്പിൾ നോക്കുന്ന തിന്നിട്ട് റുമ്മാമ്പഴം പിന്നെ ബത്തക്ക പൊട്ടിച്ചില്ല ഒരു സാമ്പിൾ നോക്കാൻ വേണ്ടി ഓരോന്ന് എടുത്തിട്ട്. ചില ആളുകൾക്ക് അങ്ങനെ രാജ്യത്ത് ബേക്കറിയിൽ പോയി എല്ലാ ടിന്നിലേക്ക് കൈയിട്ടിട്ട് ഭാരിക്കും, എല്ലാം ഭാരിട്ട് 1 കിലോ എങ്ങനെ 1/2 കിലോ ബാറ്റുള്ളിലേക്ക് പോയിട്ടായി ഹറാമാണ്. സൂക്ഷിക്കണം. പീഡക്കാരെ ശപിക്കുന്നുണ്ടാവും, ഹലാക്ക് പിടിച്ചതോ ബന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ആകാൻ പാടുള്ളതല്ല നമ്മൾ അല്ലേ. ചില ആളൊക്കെ പറയലുണ്ട്, ഭാര്യമാർ ഉസ്താദ് എന്റെ പോക്ക് ലൈറ്റ് എത്ര ശല്യം കൊണ്ട് തിന്നുന്നേയില്ല, ഇറച്ചിയാക്കിയാലും കോഴിയാക്കിയാലും എന്താക്കിയും കൊണ്ട് തിന്നുന്നില്ല. അതിന് മറുപടി ഒരാൾ പറഞ്ഞു കൊടുത്തു, നീ എന്താക്കണം, ഇറച്ചി കൊണ്ട് തൂക്കണം, തൂക്കിയിട്ട് വേവിച്ചിട്ട് വരുന്ന എത്ര കിലോ ഉണ്ട് നോക്കണം. ഭാര്യ കറി വെച്ചിട്ട് വരുന്ന എത്ര കിലോ ഉണ്ട് നോക്കണം. ഒരു 1/4 കിലോന്റെ അത്ര ടേസ്റ്റ് ഉപ്പ് മതിയായിന, ഉപ്പ് വെളിച്ചിന ടേസ്റ്റ് ആയിന, അങ്ങനെ ബന്ധന നോക്കി ഒരു പീസ് പോയിട്ട് എടുക്കത്തു ഒരു 1/4 കിലോയുടെ ബാറ്റൊക്കെ എത്തുന്നു. പിന്നോക്ക് ഫുഡ് വേണം. അങ്ങനെയല്ല. അല്ലാഹുവിനെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏതുമാകട്ടെ ആഹാരത്തെ നല്ലത് പറയുക, ഭാര്യമാർ ഉണ്ടാക്കി തന്നാൽ ആശംസയുടെ വാക്ക് പറയുക, ഒരു നന്മയുടെ വാക്ക് പറയുക, സന്ദർഭോചിതമായി ഭക്ഷണം കഴിക്കുക, സന്ദർഭത്തിന് ഒത്തു ഭക്ഷണം കഴിക്കണം, സന്ദർഭം മനസ്സിലാക്കണം. ഒരു വീട്ടിലേക്ക് വിരുന്നു പോയാൽ ആ വീട്ടുകാർ ചിലപ്പോ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത് വിളമ്പി വെച്ചാൽ മുഴുവനും തീർക്കരുത്. സമയവും സന്ദർഭവും നോക്കണം. അറിയുമോ, ഇഹ്യാ ഉലൂമുദ്ദീൻ കാണാം, അബുൽ ഹസൻ അത്താഖി തങ്ങൾ അവരുകൾ 35 ആളുകളുണ്ട് അവിടെ. ഒരൽപ്പം ഭക്ഷണമേ ഉള്ളൂ. അവസാനം ഭക്ഷണം തികയാതെ വരുമോട് പേടിച്ച് വിളക്ക് കെടുത്തിയിട്ട് വിളക്കണച്ചിട്ട് അബുൽ ഹസൻ അത്താഖി തങ്ങൾ പറയുന്നു, വിളക്ക് കെടുത്തിയിട്ടുണ്ട്, എല്ലാവരും ഈ പാത്രത്തിലേക്ക് കൈയിട്ട് തിന്നുകൊള്ളുക. 35 ആളുണ്ട്, കുറച്ചേ ഭക്ഷണമുള്ളൂ. 35 ആളുകൾ എന്ത് കഴിക്കാനാ? കുറച്ചേ ഉള്ളൂ, കുറച്ച് എല്ലാവരും തിന്നുകൊള്ളുക. അങ്ങനെ ലൈറ്റ് അണച്ചു, ലൈറ്റ് കെടുത്തിയിട്ട് എല്ലാരും തിന്നാൻ തുടങ്ങി. തിന്ന് എല്ലാവരോടും ചോദിച്ചു, കഴിഞ്ഞോ? എല്ലാരും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളൊക്കെ തിന്നു. എല്ലാവരും കൈയിടുന്നു, ചവക്കുന്നു, തിന്നുന്നു. ലൈറ്റ് രണ്ടാമത് വിളക്ക് കത്തിച്ചു നോക്കുമ്പോ ഫലമ്മാ റുഫിയ ഫൈദ ത്വആമു ബിഹാലിഹി, ഭക്ഷണം അതുപോലെയുണ്ട്. ഫലം യഅകുൽ അഹദുൻ, ഒരാളും അതിൽ നിന്ന് തിന്നിട്ടില്ല. എല്ലാവരും കരുതി ഞാൻ തിന്നാൽ അവന് കിട്ടൂല, അവൻ തിന്നിട്ട്. 35 ആളും ഇരുട്ടാക്കിയിട്ട് പോലോ ഒറ്റൊരാളും ആ ഭക്ഷണത്തിന്റെ തളികയിൽ നിന്ന് ഒരു കഷ്ണം പോലും തിന്നിട്ടില്ല. എങ്ങനെ 35 ആളുണ്ടായിട്ട് ഈ പാത്രത്തിലേക്ക് എല്ലാരും കൈയിട്ടിട്ടുണ്ട്, ചവച്ചിട്ടുണ്ട്, ഒരാളും തിന്നിട്ടില്ല. നമ്മളാ 35 ഒറ്റടിക്ക് എടുത്തിട്ട് നമ്മളെ മടിയിൽ കെട്ടിക്കൊണ്ടു, ഒറ്റടിക്ക് എടുത്തിട്ട്
അഡ്രസ്സില്ല, മറ്റാർക്കും കിട്ടൂല. ഈ 35 ആൾ ഉണ്ടായിട്ട് പോലും ഒരൊറ്റ ഒരാള് പോലും മറ്റുള്ളവൻ തിന്നട്ടെ, അവൻ തിന്നട്ടെ, അവൻ തിന്നട്ടെ, എല്ലാവരും വിശപ്പുള്ളവരാ, ആരും തിന്നില്ല. 35 ആളുകളിൽ ഒരൊറ്റ ഒരാളും ആ ഭക്ഷണം തൊട്ടതേയില്ല. നമ്മളോ ബീഫൊക്കെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചോറിടൂല, ആദ്യം ബീഫ് ഇട്ടിട്ട് ബീഫിന്റെ മുകളിലേക്ക് ലേശം ചോറിടും. കാരണം ബീഫിന്റെ പാത്രം അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോ ചിലപ്പോ എന്തായാലും തിരിച്ചു വരുമ്പോ പാത്രം കാലിയായിരിക്കും. എപ്പോഴും കിട്ടുന്നില്ല, എപ്പോഴെങ്കിലും കിട്ടിയാൽ എന്ത് ചെയ്യും? സാവകാശം അതിന്റെ മുകൾക്ക് ചോറിട്ട് എങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ളത് അറിയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ ആദ്യ ചിക്കൻ കബാബ് എല്ലാം വെച്ചിട്ട് അതിന്റെ മോൾക്ക് ചോറിടുന്നത്. ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കണം പാവം ചപ്പ വെച്ചോണ്ടില്ല, ചപ്പല്ല അതിന്റെ അടിയിലും ബിരിയാണിന്റെ മസാല ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കോഴി കാച്ചത് എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് തിന്നുന്ന ശൈലികൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വളരെ മുസീബത്താണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. 35 ആൾ ഇരുന്നിട്ട് അതേപോലെ നമ്മളെ പോലെ തന്നെ അല്ലെ, നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാർ. കാരണം അത്രയും എന്തില്ല, ഭക്ഷണത്തോട് വലിയ ആർത്തിയില്ല അവർക്ക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹാക്കിം തങ്ങൾ ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഇന്ന അക്തറൻ നാസി ഫിദ്ദുനിയാ ശിബാൻ അക്തറുഹും ഫിൽ ആഖിറതി ജൂആ. ദുനിയാവിലെ ഏറ്റവും വയറു നിറച്ച ആളുകൾ നാളെ മഹ്ശറയിൽ വല്ലാത്ത വിശപ്പുള്ളവരായിട്ട് മഹ്ശറയിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ലോണം വയറു നിറക്കാൻ പറഞ്ഞില്ലേ, ഒരു ചുറ്റുവട്ടം ഒരു നോട്ടവും ഇല്ല, ധാരാളം തിന്ന, എത്ര കിട്ടി അത്ര തിന്ന. ഈ ശൈലി ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം തിന്നണം, സന്ദർഭം നോക്കിയിട്ട് തിന്നണം. പണ്ടൊരാള് കേട്ട് കാണും ചിലപ്പോ, ഉമ്മ കോഴിക്കറിയും നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കിയിട്ട് മല്ലാക്കാനെ വിളിച്ച് മുക്കരിക്കാനെ വിളിച്ച് മൗലിദെല്ലാം ഓദിച്ച്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു തിന്ന് ബാക്കി വെച്ചത് ബറക്കത്തിന് വേണ്ടി തിന്നുന്ന കാലം. ഉസ്താദന്മാരെ ബറക്കത്ത്, തങ്ങന്മാരെ ബറക്കത്ത്, മുത്തല്ലിമീങ്ങളെ ബറക്കത്ത്. ഇന്നതല്ല, ഇന്ന് പുരക്കാർ തിന്നിട്ട് ബാക്കിയുള്ള ബറക്കത്ത് മുത്തല്ലിമിന് ഉസ്താദിനല്ല. ചില സുബൈക്കെല്ലാം കാണാൻ കാലത്തല്ല മീന്റെ ചാറില് ഇറച്ചി വേറെ പോയിട്ടിരിക്കുന്ന മുള്ളു മാത്രം പറയുകൊണ്ടിരിക്കുന്നു, കാലിനുള്ള അതിന്റെ മുള്ളു. കാരണം പുരക്കാർ തിന്നന്റെ ബറക്കത്ത്, ഉസ്താദ് വയത് പറഞ്ഞില്ല തിന്നന്റെ ബാക്കി ബറക്കത്ത്. അങ്ങനെ യജമാനത്തി 2 സൈഡ് തിന്നിട്ട് അതിന്റെ മുള്ളു മാത്രം ബുദ്ധിക്ക് പോ, ഉസ്താദിന് ബറക്കത്ത് അങ്ങോട്ട് ഇരിക്കട്ടെ, ഞങ്ങൾക്ക് മാത്രം എത്ര ബറക്കത്ത്. അങ്ങനെയല്ല, ഏതുവാകട്ടെ പണ്ടത്തെ കാലത്ത് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്ത്, എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഉമ്മ കാത്തിരിക്കുകയാണ്. ഉസ്താദ് മുക്കരിക്ക ബേച്ചിട്ടല്ല ആയിട്ട് റായത്തിൽ ബേക്കാന്ന്. നെയ്ച്ചോറും കോഴിക്കറി എത്രയാക്കി എല്ലാം വിളമ്പീറ്റ് വെച്ച് ഈ ഉസ്താദ് എന്തായി, കുറെ നാളായി നല്ലൊരു നാടൻ കോഴിന്റെ കറിയും ഒരു നെയ്ച്ചോറും കിട്ടാതെ കിട്ടിയ ചാൻസ് അല്ല, ബില്ലൊന്നും കൊടുക്കണ്ടല്ല. തിന്നിട്ട് എല്ലാം തീർന്നു. ഉമ്മെല്ലാം അപ്പുറത്ത് നോക്കിപ്പോണുണ്ട്, ബാക്കിയുണ്ടാ നോക്കുമ്പോ എല്ലാം തീർന്നിട്ട് പ്ലേറ്റ് തുടക്കുന്ന കാണുന്നു, തണ്ണി വീട്ടിൽ ഇയാള് കൈറ്റ് കുടിക്കുന്ന കാണുന്നു. അപ്പൊ ഇമ്മ നോക്കി, മധ്യ ഉസ്താദ് എന്ന ടീമാ ഉമ്മാമ. അല്ലമ്മ, ഈ ഇതെല്ലാം കൈറ്റ് കുടിച്ചെങ്കിലും മക്കത്തെ പള്ളി കൈന്റെ എത്ര കൂലിയുണ്ട്, അങ്ങനെ ഞാൻ കൈറ്റ് കുടിക്കുന്നത്. ഏത് അവിടെ ബെച്ചകൾ തേച്ചു എല്ലാം ക്ലീൻ ആക്കി കൈറ്റ് കുടിക്കുന്നു. ഉമ്മാമാക്ക് ചൊടി വന്നു. ഉമ്മാമ ഉള്ളുന്ന് പോയിട്ട് ആ കോയിന്റെ കറി വെച്ച ചട്ടിയും നെയ്ച്ചോറ് വെച്ച ചട്ടിയും കൊടുത്തിട്ട് മക്കത്തെ പള്ളിന്റെ കയ്യെ കുലി നീക്കായില്ലേ, ഇനി മദീന്റെ പള്ളി കയ്യെ കുലി നീങ്ങനെ എടുത്തോളി, ഇങ്ങനെ ഭാഗം ക്ലീൻ ആക്കിട്ട് വെച്ചിട്ട് പോയി. എന്ത് വേണം? തിന്നുമ്പോ ഒരു ലേശം പരിസര ബോധെല്ലാം വേണം. പുരക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാ, ആർക്കെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടാ, ഒരു ചെറിയ ഓർമ്മ വേണം. ചിലപ്പോൾ പുത്തൂർക്കോ അല്ലെങ്കിൽ കാസർഗോഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മായിന്റെ പേർക്ക് ഫോണാക്കിട്ട് വിളിച്ച്, അമ്മായിന്റെ പേരിൽ തെരണ്ടിന്റെ കസിയും ദാളും വെറും ചോറും ഉള്ളനെ അമ്മായി നല്ല ചെല്ലാതെ ബന്ധമോ നല്ല ബിരുദിനാട്ടി പാങ്ങായിരുന്നു. ഈമ പറഞ്ഞിട്ടുണ്ടാവും, ഹലാക്ക് കൊടുത്തിട്ട് വെച്ചിട്ട് ഞങ്ങൾക്കുമില്ല, വരുമ്പോ പെരക്കാർക്ക് ആർക്കുമില്ല. ഒരു ലിമിറ്റ് പരിസര ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്.